ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുക്കിംഗ് വിത്ത് കീരിയോട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചില്ലി ഗോബി റെസിപ്പിയാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചു. അതായത് ഞാനൊരു വലിയ കോളിഫ്ലവറിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്ത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്തെടുത്തു. ക്ലീൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഈ കോളിഫ്ലവർ ഇടുക, അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം വിനിഗർ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രാണികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കളയാൻ പറ്റും ഈ ഒരു വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഒന്നും കൂടി അത് വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ കോളിഫ്ലവർ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. ബാറ്ററിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ, ബ്ലാക്ക് പെപ്പർ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ വെള്ള മാത്രം ആഡ് ചെയ്യണം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടി തിക്നെസ് വേണം. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആ കോളിഫ്ലവർ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലപോലെ അത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മളിതിലേക്ക് സോയാ സോസൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് സോസസ്, ടൊമാറ്റോ സോസ് വേണം, അതുപോലെ ചില്ലി ഗാർലിക് സോസ്, പിന്നെ നമുക്ക് സോയാ സോസ് വേണം. അത് ബ്ലാക്ക് സോയ സോസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 വലിയ സബോള ഞാൻ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 4 ഗ്രീൻ ചില്ലി ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 8 അല്ലി ഗാർലിക്കും 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ജിഞ്ചറുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് കോൺഫ്ലവർ ആവശ്യമാണ്. ഇനി നമുക്ക് കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടുപ്പിച്ചിടരുത്, അപ്പോൾ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ കോളിഫ്ലവറൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഫ്രൈ ചെയ്യുക. അതിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ കോളിഫ്ലവറൊക്കെ ഗോൾഡൻ ബ്രൗൺ ആയി. അപ്പോൾ ഒരു സൈഡ് അങ്ങനെ ആയപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തതാണിത്. ഇനി ഈ ഒരു സൈഡും കൂടി അതുപോലെ ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി ഒരു വേറെ പ്ലേറ്റിലോട്ട് ഇടാം. ഇതുപോലെ ഞാൻ ബാക്കിയുള്ള കോളിഫ്ലവറും കൂടി ഞാൻ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് മാറ്റി ആ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവറൊക്കെ ഫ്രൈ ചെയ്ത് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ വെക്കുക. അതിലേക്ക് നേരത്തെ ഞാൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യണത്. അതൊരു 3-4 ടേബിൾ സ്പൂണോളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതൊരു ചൈനീസ് റെസിപ്പി ആയതുകൊണ്ട് നമ്മൾ ഇൻഗ്രീഡിയൻസൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കണം, കാരണം ഫാസ്റ്റായിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക. അത് ഈ സൗത്ത് ഇന്ത്യൻ ഡിഷ് പോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സോട്ടായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഉള്ളിയും ക്യാപ്സിക്കും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചൈനീസ് ഡിഷ് ആകുമ്പം ഇതുപോലെ അല്ലാതെ നമ്മുടെ വെജിറ്റബിൾസ് കുക്കായി വരുമൊന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓൾറെഡി നിങ്ങൾ വേഗം തന്നെ റെഡിയാക്കി വെക്കണം. ഉള്ളിയും ക്യാപ്സിക്കും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ വെജിറ്റബിൾസ് ഒന്നും ഭയങ്കരമായിട്ട് വെന്ത് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മതി.
ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ടൊക്കെ നമുക്ക് സോസ് ഒഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആകട്ടെ. ഞാനിത് ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിലാണ് ഞാനിത് ഇളക്കുന്നത്. അപ്പം എനിക്ക് സോസിൻ്റെ അളവ് കറക്റ്റായിട്ട് ഇതിലെങ്കിൽ കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ സ്ക്രീനിൽ ഞാൻ എത്രയാണോ ഞാൻ ആഡ് ചെയ്യുന്നത് അത് ഞാൻ മെൻഷൻ ചെയ്യാം. ആദ്യം ഞാൻ ചില്ലി ഗാർലിക് സോസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഞാൻ ടൊമാറ്റോ സോസ് യൂസ് ചെയ്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഡാർക്ക് സോയാ സോസാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഈ കോളിഫ്ലവറിലും വെജിറ്റബിൾസിലൊക്കെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യണം. പിന്നെ ഫ്ലെയിം ഞാൻ മാക്സിമത്തിലാണ് വെച്ചിട്ടുള്ളത്, കാരണം ഫാസ്റ്റായിട്ട് വേണം അത് കുക്ക് ചെയ്യാനായിട്ട്. ഇതൊന്ന് സോട്ടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഞാനിപ്പം ഇതിലൊഴിക്കുന്നത് പച്ചവെള്ളമാണ്. അപ്പോൾ ഒരു 1/2 ഗ്ലാസോളം വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരണം. നമ്മൾ ഈ ഒഴിച്ച വെള്ളം ഒന്ന് തിളച്ച് വരണം. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ആഡ് ചെയ്യണം ഞാൻ. ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഈ ഒരു ടൈമിൽ നമ്മളിതിൻ്റെ പുളിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. പുളി കുറവാണെങ്കിൽ നമുക്ക് സോയാ സോസ് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. ഈ കോൺഫ്ലവറൊക്കെ നമ്മൾ ഒഴിക്കുന്നത് ഈ റെസിപ്പി കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സ്റ്റൗ മാക്സിമത്തിലാണ് വെച്ചിട്ടുള്ളത്. മാക്സിമത്തിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 2 to 3 മിനിറ്റ്സ് നിങ്ങൾ നല്ലപോലെ കുക്ക് ചെയ്യണത്. ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു 1/2 ടീസ്പൂണോളം ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് എരിവിൻ്റെ കുറവ് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊരു ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്തു. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതോടെ നമ്മുടെ ചില്ലി ഗോബി റെഡി ആയിരിക്കുകയാണ്. സ്റ്റൗ ഞാൻ ഓഫാക്കി. ഇനി നമുക്ക് ജസ്റ്റ് സീസണിങ്ങിന് വേണ്ടിയിട്ട് ഇറ്റ്സ് ഓപ്ഷണലാണത്. സെസമി സീഡ്സ് നമുക്ക് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സെസമി സീഡ്സ് ഇതിൻ്റെ മുകളിൽ ഇടുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരു ഫിനിഷിങ് കിട്ടും നമ്മുടെ ചില്ലി ഗോപിക്ക്. കുറച്ചുകൂടി ചൈനീസ് ടച്ച് നമുക്ക് വരും. അപ്പം ഉണ്ടെങ്കിൽ നിങ്ങളിത് ഇട്ട് കൊടുക്കുക. ഇതൊരു ഓപ്ഷണലാണത്. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മുടെ ചില്ലി ഗോബി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല റെസിപ്പിയാണിത്. നമുക്ക് ഈ സെയിം റെസിപ്പി നമുക്ക് ചിക്കൻ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റ്സ് മെൻഷൻ ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Bye.